രണ്ടുപേരുടെയും വ്യത്യാസങ്ങൾ അവരുടെ ദൗത്യങ്ങളിൽ പ്രതിഫലിക്കുന്നു, അവർക്കുള്ള നിയമങ്ങളിൽ വ്യത്യാസങ്ങൾ ഉള്ളിടത്ത് പ്രതിഫലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാത്ത തരത്തിലുള്ള ഒരു വിവേചനം ഇസ്ലാമിലില്ല. അത് ഇക്വാലിറ്റി അല്ല, യഥാർത്ഥത്തിൽ ലിംഗസമത്വമല്ല, ലിംഗനീതിയാണ് ഇസ്ലാമിലുള്ളത്. പലപ്പോഴും ആണിനും പെണ്ണിനും ഒരേ നിയമം ചില രംഗങ്ങളിൽ കൊടുത്താൽ അത് പെണ്ണിനോടുള്ള അതിക്രമമായിരിക്കും, പെണ്ണിനോടുള്ള ക്രൂരതയായിരിക്കും. അത് ആ രീതിയിലുള്ള സൗകര്യങ്ങളും വ്യത്യാസങ്ങളും പലപ്പോഴും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആ വിഷയത്തിൽ ചുരുക്കി പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. കടുത്ത വിവേചനം, സ്ത്രീകളോടുള്ള കടുത്ത വിവേചനം, പുരുഷന് കീഴിൽ ഒരു അടിമയ്ക്ക് സമമായിട്ടുള്ള ജീവിതം എന്നിത്യാദി പല കാര്യങ്ങളും മുസ്ലിം സ്ത്രീ അനുഭവിക്കാൻ ബാധ്യതപ്പെട്ടവളാണ്, അല്ലെങ്കിൽ ഇസ്ലാം അവരുടെ മേൽ നിർബന്ധ ബാധ്യതയായി പരിഗണിക്കുന്നതാണ്. സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ പൂർണ്ണമായിട്ടും പുരുഷന് കീഴിലാണ്. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറയാം. ഇപ്പം ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് തന്നെ ജീവിക്കുന്ന ഒരു വീടാണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന് ഒരു സുന്നത്ത് നോമ്പ് പറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി പല ആൾക്കാരും നോമ്പുകൾ എടുക്കാറുണ്ട്, ഐച്ഛികമായിട്ടുള്ള നോമ്പ്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന നോമ്പ്, സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിൽ ഭർത്താവിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഭർത്താവ് നാളത്തെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഞാൻ അള്ളാഹുവിന് വേണ്ടി നാളെ ഒരു ദിവസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് രാത്രി കടന്നുറങ്ങി കൂർക്കം വലിച്ച് എഴുന്നേറ്റ് രാവിലെ സുബഹിസ്കരിച്ച് വെള്ളമൊന്നും കുടിക്കാതെ അങ്ങനെ പുലർച്ചയ്ക്ക് എഴുന്നേക്കണമെങ്കിൽ എഴുന്നേക്കാം, അങ്ങനെ നോമ്പ് നിൽക്കാം, ആരോട് ചോദിക്കും പറയുന്നു വേണ്ട. ഒരു സ്ത്രീക്ക് സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ റമദാനിലെ 30 നോമ്പല്ല, ബാക്കി ഇവർക്ക് തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച, അങ്ങനെ പല നോമ്പുകൾ, പ്രതിഫലം ലഭിക്കുന്നതിൽ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഒരു സ്ത്രീ തീരുമാനിച്ചാൽ, ചിന്തിച്ചാൽ, ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിനോട് ചോദിക്കണം, എന്ത് കേട്ടോക്കി ഞാൻ നാളെ സുന്നത്ത് നോലുമ്പ് എടുത്തോട്ടെ. അപ്പൊ ഭർത്താവ് പറയാണ് അതിനെന്താ ഇജ്ജ് എടുത്തോ, കുഴപ്പമില്ല, ഒരു നോലുമ്പല്ലേ എന്ന് ഭർത്താവ് പറഞ്ഞാൽ ഭാര്യക്ക് നോമ്പ് നോക്കാം. അല്ല ഭർത്താവ് പറയാണ് അതൊന്നും ശരിയാവില്ല, ഞാൻ നാളെ ഉച്ചക്ക് ചോറ് നമ്മുടെ വീട്ടിലുണ്ടാവും, നമുക്കത് ശരിയാവില്ല, നോമ്പൊന്നും നോറ്റും കൊണ്ട് ഇപ്പൊ അതെന്ന് പറഞ്ഞാൽ നോമ്പ് എടുക്കാൻ പറ്റില്ല. അപ്പം സ്ത്രീക്ക് പ്രതിഫലം ലഭിക്കുക എന്ന അർത്ഥത്തിൽ അവരുടെ പ്രയോറിറ്റിയിൽ വെക്കുന്ന സുന്നത്ത് നോമ്പ് അവൾക്ക് ഭർത്താവിനോടുള്ള ശാരീരികമായിട്ടുള്ള ബാധ്യത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് ശരീരം സ്വന്തമാക്കിയ ഭർത്താവിന് തോന്നുമ്പോഴൊക്കെ സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന നിർബന്ധ ബാധ്യത സ്ത്രീയുടെ പെടലിയിരിക്കെ ആ സുഖാസ്വാദനത്തിന് തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള സുന്നത്ത് നോലുമ്പ് എടുക്കാൻ ഭാര്യക്ക് അവകാശം ഇല്ല. പടച്ചോന്റെ മുമ്പത്തെ കാര്യമാണ്, വേറൊന്നല്ല. അടപടലം അല്ലെങ്കിൽ അടിമുടി A to Z സ്ത്രീകളെ സംബന്ധിക്കുന്ന നിയമങ്ങളും സ്ത്രീ വിരുദ്ധമാണ് ഇസ്ലാമിൽ. സ്ത്രീകളോടുള്ള എല്ലാ തരത്തിലുള്ള സമീപനം, വിവാഹ കാര്യത്തിൽ സ്ത്രീക്ക് യാതൊരു പങ്കുമില്ല. ഒരു സ്ത്രീക്കെന്നല്ല, ഒരു സ്ത്രീക്കും ഒരു റോളും ഇല്ല. കല്യാണം കഴിക്കുന്ന മണവാട്ടിക്കോ, ആ മണവാട്ടിയെ പ്രസവിച്ച മണവാട്ടിയുടെ ഉമ്മാക്കോ, ആ മണവാട്ടിയുടെ ഉമ്മാനെ പ്രസവിച്ച അവരുടെ വല്യുമ്മാക്കോ ഒന്നും ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. അവർക്കൊക്കെ വാതിൽ അടച്ചിട്ട് ആ ജനൽപ്പാളി പതിങ്ങനെ ഒന്ന് തുറന്നു നോക്കി നിക്കാഹ് കഴിക്കുന്ന മോലിയേരെയും പുതിയാപ്പിളിൽ നിന്ന് പാളി നോക്കാം, അതുപോലും അന്യ പുരുഷനെ നോക്കുന്നതിന് കുറ്റം കിട്ടും. ആലോചിച്ചൊക്കെ മുസീബത്ത്. ഇസ്ലാമിലെ സ്ത്രീ നിയമങ്ങൾ ഇതാണ്.